നാലു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആലപ്പുഴ നഗരത്തോട് ചേർന്നുള്ള ആര്യാട് പഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ളം കിട്ടാതായിട്ട് മാസങ്ങളേറെ കഴിഞ്ഞു. പലതവണ പരാതികളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും ഫലമില്ലാത്ത സാഹചര്യത്തിൽ ജനപ്രതിനിധികളടങ്ങുന്ന ഒരു സംഘം ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി ചെന്നു. ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടെയുള്ള സംഘം വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി ചെല്ലുകയും പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായും അവർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതായുമാണ് പറയപ്പെടുന്നത്. അതേക്കുറിച്ച് വിശദമായി ആര്യാട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ വിനി ജോസഫ് പറയുന്നത് കേൾക്കാം. ഒരു 4 വർഷമായിട്ട് ഞങ്ങളിപ്പോ കയറിയിട്ട് ഇപ്പൊ 4 വർഷമാകുന്നു ഭരണസമിതിയിലേക്ക് കയറിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങളുടെ വാർഡിൽ 16-ാം വാർഡെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 18 വാർഡിലും വെള്ളമില്ല. അപ്പൊ വെള്ളമില്ലാത്ത പ്രശ്നം ഞങ്ങൾ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിക്ക് പറയും, പ്രസിഡന്റ് വാട്ടർ അതോറിറ്റിന്ന് എയിനെ വിളിക്കുക, ഈനെ വിളിച്ച് കമ്മിറ്റിയിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അവരെ പറഞ്ഞു ധരിപ്പിക്കുക. അവർ പറയും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് ഓരോ പ്രാവശ്യവും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുന്നതല്ലാതെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തീരെ മെമ്പർമാർക്ക് ആർക്കും വീടുകളിലും വാർഡിലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഈ ഓണ സമയത്ത് കുടിവെള്ളമില്ലാതെ വാർഡിലുള്ള കുറെ ആൾക്കാർ, വെള്ളമില്ലാത്ത ആൾക്കാർ തലേ ദിവസമേ വീട്ടിൽ വന്നേച്ച് പറഞ്ഞ് വെള്ളത്തിന് തീരുമാനം ഇല്ലാതെ മിനി മെമ്പറെ ഞങ്ങൾ ഇനി ഇത്രയും നാൾ മിനി മെമ്പർ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷെ ഇനി ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ സങ്കടം വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി 18 മെമ്പർമാർക്ക് കൂടി നമുക്ക് വാട്ടർ അതോറിറ്റി പോകാമെന്ന് പറഞ്ഞതിന്റെ പേർക്ക് ഞങ്ങൾ ഇന്നൊരു 9:45-10 മണിയായപ്പോൾ ഞങ്ങൾ വാട്ടർ അതോറിറ്റി അവിടെ ചെന്ന് അകത്തോട്ട് ഞങ്ങൾ കയറി ഇതിന് ധാരണ വരുത്തിയിട്ടേ പോരത്തുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പം 2 വണ്ടി പോലീസുകാർ വന്നിട്ട് നേരെ എയുടെ മുറിയിലേക്കാണ് ചെന്നത്. എയുടെ മുറിയിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് എന്താണ് അവിടെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. തിരിച്ചു വന്ന് ഞങ്ങളോട് കാണിച്ചത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈക്ക് കയറി പിടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പോലീസുകാരോളം ഉണ്ട്. വന്ന് കയറി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞാൽ ഒരു കിടത്തി വലിച്ചു. പുള്ളിയുടെ കണ്ണാടിയും താഴെ വീണ് പൊട്ടി. പുള്ളിക്ക് നല്ല കൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുക, ജില്ലാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നിൽക്കുക. കൈക്ക് നല്ല നീരും വെച്ച് പൊട്ടലോ ചളവോ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എക്സ്റേ എടുത്തെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ബാക്കി ബിബിൻ എന്ന് പറഞ്ഞ മെമ്പറിന് നെഞ്ചിൽ പിടിച്ചിട്ട് പുള്ളിക്ക് ശ്വാസം വിടാൻ വയ്യ. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ കൊച്ചു പയ്യനാണ് ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർ, അവനിട്ടും കിട്ടി അടി നല്ലതുപോലെ. അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോനെ തട്ടി താഴെ ഇട്ടിട്ട് നടുവെടുത്ത് ബിജുമോൻ ഇപ്പൊ അഡ്മിറ്റാണ് ഇപ്പൊ ജില്ലാ ഹോസ്പിറ്റലിൽ. ഈ ഒരു അവസ്ഥയിൽ വന്ന് ഇപ്പൊ ഒരു കുടിവെള്ളം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ചെന്ന ഞങ്ങൾക്ക് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവമാണിത്.